ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മനൂപ് സനൂപ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. മനൂപ് റിട്ടയർ. ഓക്കെ, അയാൾ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 40,000 ആണ്. സനൂപ് പ്രോമിസ് ടു പേ ഇൻസ്റ്റാൾമെന്റ് എവറി ഇയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. എല്ലാ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് സെറ്റിൽ ചെയ്യാം. 40,000 ഒരുമിച്ച് തരാനില്ല എന്ന് പറഞ്ഞു. പ്രിപ്പയർ ലോൺ അക്കൗണ്ട്, അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ്? 12%. ഈ പ്രോബ്ലം ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു ലെഡ്ജർ ആണ് വരയ്ക്കേണ്ടത് അല്ലേ? ഒരു ലെഡ്ജർ വരയ്ക്കണം. നമുക്ക് ആദ്യം ഒരു ലെഡ്ജർ ക്ലിയർ ആക്കാം. നമുക്കിതിൽ ഡേറ്റ് കോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിൽ ഡേറ്റിനെ പറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഡേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡേറ്റ് കോളം അതുപോലെ എമൗണ്ട് കോളം, ഇത്രയാണ് നമ്മൾ ലോൺ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത്. ലോൺ അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 40,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അത് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ടു പേ ഹിം എവറി ഇയർ അറ്റ് ദി എൻഡ് ഓഫ് എവറി. ഓക്കെ, പ്രിപ്പയർ ലോൺ അക്കൗണ്ട് 4 years. ഇത്ര വർഷത്തേക്ക്? 40 വർഷത്തേക്ക്. സോറി, 4 വർഷത്തേക്ക്. അപ്പൊ 40,000 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊടുക്കേണ്ട എത്രയാണ്? 10,000 rupees ആണ് കൊടുക്കുന്നത് അല്ലെ? ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പൊ ലോൺ അക്കൗണ്ട് ആണ് വരയ്ക്കുന്നത്. ലോൺ അക്കൗണ്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റലിനെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രി വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ അക്കൗണ്ട് ആണ്. എന്ന് പറഞ്ഞാൽ ബൈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാപിറ്റൽ എഴുതി. ക്യാപിറ്റൽ വന്നിരിക്കുന്നത് 40,000 ആണ്. എത്രയാണ്? 40,000. ക്യാപിറ്റൽ 40,000. അത് എന്താക്കി മാറ്റിയിട്ടുണ്ട്? നമ്മൾ ലോൺ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ബിഗിനിങ്ങിലാണ്, ഡേറ്റ് തരാത്തതുകൊണ്ട് നമ്മൾ ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ദെൻ അറ്റ് ദി എൻഡ് എന്ത് ഡ്യൂ ആവും? ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. അപ്പൊ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്താ? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ ആണ്. ഇതിന്റെ 12% എന്ന് പറഞ്ഞാൽ 4,800 ഇൻട്രസ്റ്റ് ഡ്യൂ. ഓക്കെ, അപ്പൊ ആ വർഷാവസാനമായി അല്ലെ? അപ്പൊ ആ വർഷാവസാനം ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്. എന്ത് അടയ്ക്കണം? ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നു. ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അല്ലെ? ക്യാഷ് ഓർ ബാങ്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പേയ്മെന്റ് അടയ്ക്കുകയാണ്. പേയ്മെന്റ് അടയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 40,000 10,000 രൂപയാണ് EMI അല്ലെ? 10,000 രൂപയും പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാ? 4,800 അല്ലെ? അപ്പൊ എത്ര വരും? 14,800 അടയ്ക്കും. 14,800. ഓക്കെ, അടച്ചു കഴിഞ്ഞ് ഇനി ബാലൻസ് ചെയ്യാം. അപ്പൊ 44,800 44,800 ടേക്ക് ദ ഡിഫറൻസ്. എത്ര വരും? 30,000 വരും അല്ലെ? 30,000. ഇതെന്താണ്? ബാലൻസ് ക്യാരിഡ് ഓൺ ആണ്. ഓക്കെ, എന്താണ്? ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, ഈ ബാലൻസ് ക്യാരിഡ് ഓൺ നെക്സ്റ്റ് ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്രോ ഡൗൺ ഇടും അല്ലെ? ബാലൻസ് ബ്രോ ഡൗൺ എത്രയാ? 30,000. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ടിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആണ് വർഷാവസാനം അല്ലെ? അപ്പൊ ബൈ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലോൺ അക്കൗണ്ട് എന്നാണ്. അതുകൊണ്ട് ബൈ സൈഡിൽ ഇൻട്രസ്റ്റ് എഴുതി. എത്ര? ഇതിന്റെ 12%. എത്ര വരും? 3,600 വരും അല്ലെ? 3,600. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം EMI അടയ്ക്കുകയാണ് അല്ലെ? പറഞ്ഞിരിക്കുന്ന ലോൺ എമൗണ്ട് അടയ്ക്കുകയാണ്, ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുകയാണ്. അപ്പൊ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബാങ്ക് എന്നോ ക്യാഷ് എന്നോ എഴുതും. അടയ്ക്കേണ്ട എമൗണ്ട് 10,000 പ്ലസ് 3,600. 13,600 ആണ്. 13,600. ഓക്കെ, അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഇയർ ക്ലോസ് ചെയ്യാം. ഓക്കെ, 33,600 33,600. ഓക്കെ, ഡിഫറൻസ് എടുക്കുക. ഇറ്റ് വിൽ ബി 20,000. ഇവിടെ നമ്മൾ ബാലൻസ് ക്യാരിഡ് ആണ്. ബാലൻസ് ക്യാരിഡ് ആണ്. ബാലൻസ് ക്യാരിഡ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യാണ് അല്ലെ? ബാലൻസ് ബ്രോ ഡൗൺ എത്രയാ? 20,000. നെക്സ്റ്റ് ആ ഇയറിന്റെ അവസാനം എന്ത് ഡ്യൂ? ഇൻട്രസ്റ്റ് ഡ്യൂ. ഏതിന്റെ മുകളിൽ? 20,000 മുകളിൽ. 20,000 ഇൻറ്റു 12% എത്ര വരും? 2,400 വരും. 2,400 അല്ലെ?
ഓക്കെ, നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്ന മുന്നേ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണ്ടേ? അപ്പൊ ജനറൽ എൻട്രി എന്തുണ്ടാവും? ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ഉണ്ടാവും. ടു ബാങ്ക് എത്ര വരും? 10ഉം 2400, 12400. ഓക്കെ, 22400, 22400. ബാലൻസ് എത്ര വരും? 10,000 വരും. ഇതിനെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതും. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇയറിലേക്ക് പോവുകയാണ്. 4 വർഷം കൊണ്ടാണ് സെറ്റിൽമെന്റ് പറഞ്ഞത്. അപ്പൊ 4ാമത്തെ ഇയറിലേക്ക് പോവുകയാണ്. 4ാമത്തെ ഇയറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യും. ബാലൻസ് ബ്രോ ഡൗൺ 10,000 ഇട്ടു. ദെൻ ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട്. ഇതിന്റെ 10,000ന്റെ മുകളാണ്. 12% എന്ന് പറഞ്ഞാൽ 1,200 രൂപ ഉണ്ടാവും. 1,200. ദെൻ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്ന എമൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. എത്ര എഴുതുക? 10,000 പ്ലസ് 1,200, 11,200 അടയ്ക്കും. ഓക്കെ, നമുക്കിത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തു. 10ഉം 1,200ഉം 11,200 കൊടുക്കാനുണ്ട്. 11,200 ഇവിടെ ബാലൻസ് ഇട്ടു. അതിന് എത്ര അടച്ചിട്ടുണ്ട്? 11,200 അടച്ചിട്ടുണ്ട്. ബാലൻസ് എത്രയാണ്? 0 ആണ്. മീൻസ് ഈ ലോൺ അക്കൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ?